ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നിസ്കാരം നമുക്ക് മക്കയിലും മദീനയിലും ആക്കാമെന്ന് തീരുമാനം വന്നു. നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം 1 മണിക്ക് ബസ് വന്ന് നേരെ ബസ്സിൽ കയറിയിരുന്ന് അപ്പോൾ നമ്മൾ മക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉസ്താദിൻ്റെ വാളുപരിയുടെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. പിന്നെ അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നേരെ വണ്ടി എടുത്ത് ഇറാൻ കെട്ടിന് അവിടെ എത്തി. ഇറാൻ കെട്ടിന് സംഭവം കുളിക്കാൻ വേണ്ടി നോക്കി നടക്കണം. അപ്പോൾ നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ കുളിക്കാനുള്ളൊന്നും ഒഴിവ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പൈസ കൊടുത്തിട്ട് പുറത്ത് പോയി കുളിച്ചിട്ട് വന്നിട്ട് ഇറാൻ കെട്ടി നേരെ വണ്ടിയിൽ കയറി നേരെ ഇനി മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 1400 സംതിങ് കിലോമീറ്റർ ഉണ്ട്. 10-12 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത്. ആ കാണുന്ന മലയാണ് ജബലൽ നൂർ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമെത്തിയതിനു ശേഷം ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ വെച്ച ശേഷം നമ്മൾ നേരെ ഹറമിലേക്ക് നടന്നു പോകാൻ എൻ്റെ റൂമിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. നമ്മളെല്ലാവരും തക്ബീറൊക്കെ ചൊല്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ സ്ഥലം ഒരു വട്ടം ഹറമിൻ്റെ ഭാഗം ഒന്ന് കാണേണ്ടതാണ്. അത്രയ്ക്കും കാണാനുണ്ട്. അത്രയും വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും. സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ എനിക്ക് ഉംറ ചെയ്യാൻ പറ്റി. നമ്മളങ്ങനെ നടന്നു. അത് ക്ലോക്ക് ടവറാണ് ആ കാണുന്നത്. ആ മരം വന്നുകൊണ്ട് നിങ്ങളോട് സലാം പറയും. അപ്പൊ അവർക്ക് എന്തായി, പ്രവാചകനായി ഒരു തെളിവായി മാറും എന്ന് ആരും അറിയിച്ചു കൊടുത്തു. മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു മുഖാന്തരം നബിക്ക് അറിയിച്ചു. അങ്ങനെ നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി കഅബയുടെ അടുത്തെത്തി. ആ കഅബ കാണുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഒരിക്കലെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലും അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് ഇമോഷണലാണ്. ഉമ്ര കഴിഞ്ഞത് നേരെ നമ്മൾ റൂമിലേക്ക് വന്നു. അപ്പോഴേക്കും നമ്മൾ അച്ചു കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ചുവിൻ്റെ കൂട്ടുകാരൻ കൂടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ താത്തയും റംഷാദയ്ക്ക് അബ്ബാസ്ക്കൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് സലാമൊക്കെ പറഞ്ഞ് നമ്മൾ തവാഫും ചെയ്ത് നമ്മൾ ഇവിടെ വാങ്ങി അവിടെ നിന്ന്. അങ്ങനെ റൂമിൽ വന്ന് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. 3-4 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല.